ഇന്ന് ഞങ്ങൾ വാൾപ്പാറയിലോട്ടാണ് പോകുന്നത്. ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വാൾപ്പാറ. അതും അതിരപ്പള്ളി മലക്കപ്പാറ, ആ ഒരു കാട്ടുപാതയിൽ കൂടി തന്നെ വാൾപ്പാറ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. സമയവും സാഹചര്യവും ഒന്നും സെറ്റാകാത്തതുകൊണ്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ ഇപ്പോഴാണ് അതിനുള്ള സമയമായതെന്ന് തോന്നുന്നു. ഒരുപാട് തവണ അതിരപ്പള്ളി വാഴച്ചാൽ വന്നിട്ടില്ല, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് മുന്നോട്ട് മലക്കപ്പാറയിലോ വാൾപ്പാറയിലോ ഒന്നും അങ്ങനെ പോയിട്ടില്ല. വാഴച്ചാല് പോലും പോയിട്ടില്ല. അതും ബൈക്കിൽ തന്നെ റൈഡ് ചെയ്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹവും കൂടിയായിരുന്നു. അങ്ങനെ സമയവും സാഹചര്യവും ഒക്കെ ഒത്തു വന്ന് ഞങ്ങൾ അങ്ങ് യാത്ര തുടങ്ങി. വാഴച്ചാല് വെള്ളച്ചാട്ടവും ചാർപ്പ വാട്ടർഫോൾസും അങ്ങനെ വഴിനീളമുള്ള കാഴ്ചകളൊക്കെ കണ്ട് സാവധാനമാണ് ഞങ്ങൾ വാൾപ്പാറയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഉള്ളിൽ നല്ല ഭയമുണ്ടെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചിരുന്നില്ല. പക്ഷേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കൂടെയായിരുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആ റൂട്ടിലധികം വണ്ടികളൊന്നുമില്ല. പിന്നെ ഒരു പോസ്റ്റ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഴച്ചാൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് ഇ പാസ് എടുക്കാണ്ട് വാൾപ്പാറയ്ക്ക് പോകാൻ പറ്റില്ല, മലക്കപ്പാറ വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇ പാസ് എടുക്കണമെങ്കിൽ തിരിച്ച് അതിരപ്പള്ളീൻ്റെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വരെ ചെല്ലണം. വേറൊന്നിനുമല്ല, അവിടെ മാത്രമേ സിമ്മിന് റേഞ്ചുള്ളൂ. വൈഫൈ കിട്ടിയിട്ട് കാര്യവുമില്ല, OTP വേണം. അങ്ങനെ ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് കരുതി തിരിച്ച് അതുപോലെ തന്നെ ഒരു 5-6 കിലോമീറ്റർ തിരിച്ച് ഓടി ഞങ്ങൾ അവിടെ പോയി ഇ പാസ് എടുത്തിട്ട് തിരിച്ച് മലക്കപ്പാറ വാൾപ്പാറ റൂട്ടിലോട്ട് വിട്ടു. ഈ പോക്കിലാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ വാട്ടർഫോൾസ് കാണാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതേ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് വാഴച്ചാലും ഇറങ്ങാൻ സാധിക്കും. ആ രണ്ടിനും കൂടെയുള്ള ടിക്കറ്റാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. അതെനിക്ക് ഇപ്രാവശ്യം വന്നപ്പോഴാണ് മനസ്സിലായത്. മലക്കപ്പാറ കാട്ടുപാത എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നട്ടുച്ചക്കാണെങ്കിലും സൂര്യപ്രകാശം മറയ്ക്കുന്ന രീതിയിലുള്ള കാടിൻ്റെ ആംബിയൻസും വഴി നീളെ ഓരോ വളവിലും കിടക്കുന്ന ആനപ്പിണ്ടങ്ങളും കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. അടുത്ത വളവിൽ ആനയുണ്ടാകുമോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ആ കാടിൻ്റെ നടുവിലൂടെ നമ്മൾ ഈ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഉള്ളിലെന്തോ വല്ലാത്ത ഒരു സന്തോഷം തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. വാൾപ്പാറയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും ഒരു 3500 ഫീറ്റെങ്കിലും ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല തേയിലത്തോട്ടങ്ങളാൽ നിറഞ്ഞ ഒരു സ്ഥലമാണ് വാൾപ്പാറ. ഏകദേശം നമ്മുടെ മൂന്നാർ പോലെയൊക്കെ തന്നെ. അതുപോലെ തന്നെ വാൾപ്പാറ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായതിനാൽ ഇവിടെ വന്യജീവികളെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരയാടുകൾ, അതായത് നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എന്തോ ഭാഗ്യവശാൽ ഞങ്ങളൊന്നിനെ അങ്ങനെ കണ്ടില്ല, വരയാടിനെ മാത്രം കണ്ടു. അതുപോലെ തന്നെ പോകുന്ന വഴിയിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഷോളയാർ ഡാം. ഷോളയാർ ഡാമും അതുപോലെ തന്നെ ഷോളയാർ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണെങ്കിൽ നമ്മൾ പിന്നെയും മേലോട്ടൊരു 4 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ കയറി നിന്ന് കാണാം. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ ഒരു യാത്ര തന്നെയാണ് അതിരപ്പള്ളി മലക്കപ്പാറ വാൾപ്പാറ വഴി പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഈ യാത്ര. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഊട്ടി മൂന്നാറൊക്കെ പോലെ ഒരുപാട് തിരക്കുകളും കൊമേഴ്ഷ്യൽ അങ്ങനെയുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമല്ല ഇവിടെ. തികച്ചും പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് വാൾപ്പാറ. അങ്ങനെ സ്ഥലം സന്ദർശിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വരാൻ വളരെ ഊട്ടി മൂന്നാർ പോലെ ഒരുപാട് നഗരവൽക്കരിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് വാൾപ്പാറ. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷം നമുക്കിവിടെ കിട്ടും. ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് വാൾപ്പാറ കണ്ട് തിരിച്ച് അതുവഴി തന്നെ പോകാമായിരുന്നു. പക്ഷേ പൊള്ളാച്ചി വഴി പോവുകയാണെങ്കിൽ നമുക്ക് ആ 40 ഹെയർ പിൻ എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ ഹെയർ പിന്നിനും അവിടെ ഓരോ മൃഗങ്ങളുടെ പേരാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിരാവിലെ യാത്ര തുടങ്ങിയ ഞങ്ങൾ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി വാഴച്ചാൽ, അവിടെ നിന്ന് മലക്കപ്പാറ വാൾപ്പാറ എത്തി 40 ഹെയർ പിൻ ഇറങ്ങി പൊള്ളാച്ചി വഴി കറങ്ങി പാലക്കാട്